ചെമ്പന പൂവിൻ്റെ വരാൻ പോകുന്ന അടുത്ത 2 അപ്കമിങ് എപ്പിസോഡ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് നമ്മൾ ഇന്നലെ പറഞ്ഞു നിർത്തിയ എപ്പിസോഡ്സിൻ്റെ ബാക്കിയായിട്ടുള്ള എപ്പിസോഡ്സാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അനിയത്തി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെല്ലുമ്പോഴോ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ റിസപ്ഷനിൽ പറയുകയാണ്, എൻ്റെ അനിയത്തി ഇവിടെ അക്കൗണ്ട് സെക്ഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പേര് പറഞ്ഞിട്ട് ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവർ ഓക്കെ വെയിറ്റ് ചെയ്യൂ, തീർച്ചയായിട്ടും ഞങ്ങൾ വിളിക്കാമെന്ന് പറയുകയാണ്. രേവതി അനിയത്തി കണ്ടപ്പോഴേക്കും നിൻ്റെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട്. ദേ നമുക്ക് ക്യാൻറ്റീനിൽ നല്ല ചായ കുടിക്കാമെന്ന് പറയണം. അപ്പോൾ രേവതി പറഞ്ഞു, വേണ്ട മോളെ, എനിക്ക് പോയിട്ട് കുറച്ച് ധൃതിയുണ്ട് മോളെ. അപ്പോഴേക്ക് രേവതിയുടെ അനിയത്തി പറയാം, അങ്ങനെ പോയാൽ ശരിയാവില്ല, വാ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് ചായ മേടിച്ച് കൊടുക്കുകയാണ്. ഈ സമയത്ത് അനിയത്തി ചോദിക്കണം, അല്ല ചേച്ചി ശ്രുതിയുടെ കാര്യം അതെന്തായി ചേച്ചി ചോദിച്ചോന്ന് ചോദിക്കുകയാണ്. അത് നമ്മുടെ ശ്രുതി 2ാമത് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഡോക്ടറെ കാണാൻ വന്നത് എന്നുള്ള ആ ഒരു കാര്യം രേവതിയുടെ അനിയത്തി മനസ്സിലാക്കുകയും അത് രേവതിയോട് പറയുകയൊക്കെ ചെയ്തല്ലോ. അതൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നടന്ന സംഭവങ്ങളാണ്. അപ്പോൾ രേവതി പറയാണ്, അതിനെക്കുറിച്ച് നീ ഒന്നും പറയാതിരിക്കുകയാണ് നല്ലത്, എല്ലാം കൂടെ എൻ്റെ തലയിൽ വന്ന് വീണു. അവർ 2ാമത് പ്രഗ്നൻ്റ് ആകാൻ വേണ്ടി തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ വന്നത്. പക്ഷേ നമ്മൾ കരുതിയ പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമല്ല. ഇവർക്ക് ആദ്യം അബോർഷനായിപ്പോയി, അതിന് ശേഷമാണ് 2ാമത് പ്രഗ്നൻ്റ് ആവുന്നില്ല. ആദ്യം പ്രഗ്നൻ്റായ ഉടനെ തന്നെ അബോർഷനായി പോയത് കൊണ്ടാണ് ആരോടും പറയാത്തതെന്ന് പറയുകയാണെങ്കിൽ 2ാമത് പെട്ടെന്ന് പ്രഗ്നൻസി ആവാതിരുന്നപ്പോഴാണ് അവർ ഈ ഹോസ്പിറ്റലിൽ കാണാനായിട്ട് വന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലായിരുന്നു. ഇതെൻ്റെ മനസ്സിലിരിക്കാതെ ഞാൻ വർഷയോട് പറഞ്ഞു. വർഷയാണെങ്കിലോ പോയി ശ്രീകാന്തിനോട് പറഞ്ഞു, ശ്രീകാന്ത് സച്ചേട്ടനോട് പറഞ്ഞു, സച്ചേട്ടൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ അമ്മയോട് ചോദിച്ചു. അമ്മ ദേഷ്യപ്പെട്ട് ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, കല്യാണത്തിന് മുമ്പാണോ നീ പ്രഗ്നൻ്റ് ആയത്, കല്യാണത്തിന് ശേഷമാണോ നീ പ്രഗ്നൻ്റ് ആയെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായി. പിന്നെയാണ് അറിഞ്ഞത് അവർ ഈ ഇടയ്ക്കാണ് പ്രഗ്നൻ്റ് ആയതെന്ന്. ഇതറിഞ്ഞതോടുകൂടി ഇതാര് പറഞ്ഞു എന്നായി. അവസാനം എല്ലാം എൻ്റെ തലയിലായി. എന്നെ കൊന്നില്ലാന്നേ ഉള്ളൂ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് ഈ പ്രശ്നത്തിന് കാരണമെന്നാണ് ശ്രുതിയും അമ്മയും പറയുന്നത്. സത്യമായിട്ടും എനിക്ക് സമാധാനക്കേടാടി. ഇനി അവരെക്കുറിച്ചുള്ള ഒരു കാര്യം നമുക്ക് അന്വേഷിക്കേണ്ട. അപ്പോഴേക്കും അനിയത്തി വരെ അങ്ങനെ അന്വേഷിക്കാതിരിക്കാൻ ശരിയാവോ? അവർ പറയുന്നത് ശരിയാണ്, നമുക്ക് റിസപ്ഷനിലൊന്ന് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞിട്ട് വാ ചേച്ചി എന്ന് പറയുകയാണ്. എൻ്റെ പൊന്നോ, അവരെന്തേലും ഒന്നായിക്കോട്ടെ, എനിക്കൊന്നും അറിയേ വേണ്ട. ഇനി അവർ ചെക്കപ്പിന് വന്നു കഴിഞ്ഞാൽ നീ കാര്യമായിട്ട് അവരോടൊന്ന് ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കേണ്ടെന്ന് പറയണേ. അങ്ങനെ അനിയത്തിയോട് ഉപദേശമൊക്കെ കൊടുത്തിട്ട് ചേച്ചി അവിടെ നിന്ന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് രേവതിയുടെ അനിയത്തിയെ HR വിളിക്കുന്നതെന്ന് പറയണം. HR-ൻ്റെ അടുത്തന്നെ HR ചോദിക്കാൻ, താൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ രേവതിയുടെ അനിയത്തി എന്ത് പറയണമെന്ന് അറിയാതെ, സാർ എന്താ അങ്ങനെ വെച്ച്, താൻ ഇവിടെ എന്ത് ജോലിക്ക് വന്ന അക്കൗണ്ട്സിൽ, പിന്നെ അതിന് താൻ പേഷ്യൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്? ശ്രുതി എന്ന് പറഞ്ഞ പേഷ്യൻറ്റിൻ്റെ ഡീറ്റെയിൽസ് താൻ അന്വേഷണം ചോദിക്കുകയാണ്. അതിന് താൻ ആരോടൊക്കെയാണ് പറഞ്ഞത്? ഇത് ഹോസ്പിറ്റലാണ്, നിങ്ങളുടെ റിലേറ്റീവോ മറ്റാരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷേ ഹോസ്പിറ്റലിന് അതിൻ്റേതായിട്ടുള്ള റൂളൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടുത്തെ ഡീറ്റെയിൽസ് ഒന്നും വേറെ ആരോടത്തൊന്നും പറയാനൊന്നും പറ്റില്ല. പിന്നെ നിങ്ങൾ ഇനി ഇവിടെ തുടരാനും പറ്റില്ല എന്ന് പറയുന്നത്. ഇത് കേട്ടതും നമ്മുടെ രേവതിയുടെ അനിയത്തി ആകെ പേടിക്കണം. സാർ അങ്ങനെയൊന്നും പറയരുത് സാർ, എനിക്കിതല്ലാതെ വേറൊരു ഓപ്ഷനും ഇല്ല. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അച്ഛനും അമ്മയും ചേച്ചിയും കൂടെ പഠിപ്പിച്ചത്. എനിക്കിപ്പോൾ ജോലി കിട്ടിയാൽ അവരൊരുപാട് സന്തോഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ജോലി പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് താങ്ങാൻ പറ്റില്ല. സാറിനെ അങ്ങനെ പറയരുത്. എന്ത് ചെയ്യാനായിട്ടാണ് ആ ശ്രുതി എന്ന് പറയുന്നവരാണ് നിങ്ങൾക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. ഏതായാലും അവർ ഹോസ്പിറ്റലിൽ വരുന്നില്ല എന്നും പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും പണിഷ്മെൻ്റ് ഒന്നും തരാതിരിക്കാൻ പറ്റില്ല. ഒരു കാര്യം നിങ്ങളുടെ ഈ മാസം പാതി ശമ്പളം ഞാൻ തരുന്നുള്ളൂ, പണിഷ്മെൻ്റ് എന്ന രീതിയിൽ ബാക്കി ഞാൻ പിടിക്കുകയാണ്. രേവതിരാൻ സാർ പാതി സാലറി മാത്രമേ ഈ മാസം തരുന്നുള്ളൂ എന്ന് പറയുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ജോലിയിൽ തന്നെ തുടരുകയാണ് രേവതിയുടെ അനിയത്തി. ഇനി ഞാൻ ആരുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കില്ല എന്ന് പറഞ്ഞിട്ട് രേവതിയുടെ അനിയത്തി വാക്ക് കൊടുക്കുകയാണ്. ആ സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ രേവതിയുടെ പൂ കെട്ടുന്ന ചേച്ചിമാരുണ്ടല്ലോ, അവർ രേവതിയെ പൂ കെട്ടാനായിട്ട് വിളിക്കുകയാണ്. വലിയ എന്തോ ഓർഡർ വന്നിട്ടുണ്ട്, ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രേവതി പറയുകയാണ്, അയ്യോ ഞാൻ വരുന്നില്ല, സച്ചേട്ടൻ ഇപ്പോൾ ചോറുണ്ണാൻ വരുമല്ലോ, എന്നെ കണ്ടില്ലെങ്കിലും ഭക്ഷണം ഒന്നും മര്യാദയ്ക്ക് കഴിക്കില്ല, ഇനി ഭക്ഷണം കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ പറ്റില്ല, എനിക്കൊരു സമാധാനമുള്ള, അതുകൊണ്ട് തന്നെ ചേച്ചി ഞാൻ വരുന്നില്ല എന്ന് പറയാണ്. സച്ചയെ വിളിച്ച് ചോദിച്ചിട്ട് വാ, സച്ചേട്ടൻ വേണ്ടെന്നൊന്നും പറയില്ല, എങ്കിലും സച്ചേട്ടൻ എനിക്ക് ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ചേച്ചിമാർ പറയാണ്, എങ്കിൽ പിന്നെ നീ നിൻ്റെ ചേച്ചിമാർക്ക് വാരിയോ വിളമ്പയോ കൊടുത്തിട്ട് വന്നാൽ മതി. അപ്പോഴേക്കും രേവതിയുടെ ഫോണിലേക്ക് സച്ചി വിളിക്കുകയാണ്. സച്ചേട്ടാ, ഇപ്പം നിങ്ങളെക്കുറിച്ച് പറഞ്ഞേ ഉള്ളൂ, 100 ആയുസാണ് നിങ്ങൾക്ക്. 100 ആയുസോ? അങ്ങനെ ഒരാളെക്കുറിച്ച് ചിന്തിച്ചു പറഞ്ഞാൽ ആയുസ് കൂടുമെങ്കിൽ എന്തിനാ രേവതി എല്ലാവരും കഷ്ടപ്പെടുന്നത്? ഭക്ഷണമൊന്നും കഴിക്കാതെ അങ്ങ് ചിന്തിച്ചാൽ പോരെ? അപ്പോൾ ആയുസ് കൂടില്ലെന്ന് പറയുകയാണെ. അപ്പോഴേക്കും രേവതി പറയുകയാണ്, ഞാൻ തർക്കിക്കാനൊന്നുമില്ല, ഞാൻ പറഞ്ഞത് ഒരു പഴമൊഴി, അത്രയേ ഉള്ളൂ. സച്ചേട്ടാ, നിങ്ങൾ എപ്പോഴാണ് വരുന്നത്? പിന്നെ ഞാനിന്ന് വരില്ല കേട്ടോ, ഞാൻ ദൂരെ ഒരു ഓട്ടം കിട്ടിയ കാരണം അങ്ങോട്ട് പോവാണ്, ഞാനിന്ന് വീട്ടിലേക്ക് വരില്ല, നീ ഭക്ഷണം കഴിച്ച് കിടന്നോളാം പറയണേ. എന്താ സച്ചേട്ടൻ വരില്ലേ? എന്താ വരാത്ത? ഏത് ദിശയിലേക്കാണ് പോകുന്നത്? എത്ര പേരുണ്ട് ഓട്ടത്തിന്? അങ്ങനെ ഇങ്ങനെ ഓരോന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ സച്ചേട്ടൻ്റെ പൊന്ന് രേവതി, ഈ ഭാര്യമാരോട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാലും തുമ്പും വിടാതെ പറയണം.
അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല രേവതി, ഞാൻ വൈകി വരുള്ളൂ, നീ ഉറക്കം വന്നാൽ ഉറങ്ങിയോ, അത്ര തന്നെ. ഞാൻ അത് പറയാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയണേ. അപ്പോഴേക്കും ശരി സച്ചേട്ടാന്ന് പറയണ്ട. എന്നിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ വർഷയാണ്. വർഷയാണെങ്കിലോ ശ്രീകാന്തിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നമുക്ക് പുറത്തേക്ക് പോയാലോ ശ്രീകാന്ത്. അപ്പോൾ ശ്രീകാന്ത് പറയണേ, എൻ്റെ പൊന്നു വർഷേ, എൻ്റെ ജോലിയുടെ അവസ്ഥ നിനക്കറിയാലോ, അങ്ങനെ തോന്നുമ്പോഴൊന്നും ഇറങ്ങി വരാൻ എനിക്ക് പറ്റില്ല. ഇന്നാണെങ്കിൽ കുറച്ച് തിരക്കുള്ള ദിവസമാണ്, ഞാൻ കുറച്ച് വൈകിയേ വരുള്ളൂ, അതുകൊണ്ട് നീ കാക്കണ്ട, വേറൊരു ദിവസം വരാമെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന വർഷം പറയുകയാണേ, എൻ്റെ കൂടെ എവിടേക്കെങ്കിലും പോകണമെന്ന് പറയുമ്പോഴേ നിനക്ക് എപ്പോഴും ഉള്ളതാണ് ശ്രീകാന്ത്, നീ എന്തായാലും വൈകിയല്ലേ വരുള്ളൂ, നീ പുറത്ത് തന്നെ കിടന്നാൽ മതി, ഞാൻ വാതിലൊന്നും തുറക്കില്ല, വാതിലൊക്കെ കുറ്റിയിട്ടിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങാമെന്ന് പറഞ്ഞപ്പോഴേക്ക് ശ്രീകാന്ത് മനസ്സ് വിചാരിക്കുക, അവൾ പറഞ്ഞ പോലെ ചെയ്യുന്ന ആളാണ്. എന്തായാലും രേവതി വിളിച്ച് കാര്യം പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്തിനോട് പറയാം, എടുത്തി ഞാനേ വരാൻ കുറച്ച് നേരം വൈകും, ദേ വർഷ വാതിലടച്ച് കിടക്കുമെന്നൊക്കെ പറയണേ, ചേട്ടത്തി ഞാൻ വരുമ്പോൾ ഒന്ന് വാതിൽ തുറന്ന് തരുന്നേക്കണേ. അപ്പോഴേക്ക് രേവതി പറയാണ്, ഞാൻ വാതിൽ തുറന്നേക്കെന്ന് പറയണം. അപ്പോൾ വർഷയെ പറഞ്ഞൊന്ന് മനസ്സിലാക്കണേ രേവതി, എൻ്റെ ജോലിയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞോളാം ശ്രീകാന്ത്, എൻ്റെ ചേട്ടനൊന്ന് വരാൻ വൈകും, ഇന്ന് വരില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കോള് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വർഷ രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട്, രേവതി എനിക്കൊരു ചായ ഉണ്ടാക്കി തരുമെന്ന് ചോദിക്കുകയാണ്. അതിനിപ്പോൾ എന്താ, ചായ ഉണ്ടാക്കി തരാമല്ലോ, ഇന്നേ ശ്രീകാന്ത് വരാനായിട്ട് ഒരുപാട് വൈകും, ഞാൻ അവനോട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരണ്ട, ഞാൻ വാതിലടച്ചിടുമെന്നൊക്കെ, അകത്തോട്ട് കേട്ടില്ല എന്നൊക്കെ പറഞ്ഞു, എന്നോട് പുറത്തേക്ക് വരാൻ ശ്രീകാന്തിന് ഒരു ഇഷ്ടവും ഇല്ല എന്ന് പറയണേ. ശ്രീകാന്തിൻ്റെ ജോലിയുടെ കാര്യം അങ്ങനെയല്ലേ, അങ്ങനെ ജോലി ഉത്തരവാദിത്വമൊക്കെ ഇല്ലാതെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ. ഇതിപ്പോൾ തന്നെ കണ്ടില്ലേ, ശ്രീകാന്തിൻ്റെ ചേട്ടൻ സച്ചേട്ടനാണെങ്കിൽ ഇന്ന് വരികയില്ല, അപ്പോൾ ഓട്ടത്തിന് പോയിരിക്കുകയാണ്, ദൂരത്താണ്. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ഇവർ രണ്ടുപേരും വരില്ല, ശ്രീകാന്ത് വരുന്നവരും ഞാനും വെറുതെ ഇരിക്കണം, നമുക്കൊരു സിനിമ ഉണ്ടല്ലോ രേവതി, ഇന്ന് നമുക്ക് ഗേൾസ് നൈറ്റ് ആക്കിയാലോ എന്ന് പറയണേ. അവതേക്കുന്ന രേവതി പറയണേ, പിന്നെ എങ്കിൽ സിനിമ കാണാമല്ലോ എന്ന് പറയാം കേട്ടോ. അങ്ങനെ വർഷം നമ്മുടെ രേവതിയെ വിളിച്ചുകൊണ്ട് പോയിട്ട് നല്ലൊരു സിനിമ കാണിക്കുകയാണ്. ഗോസ്റ്റിൻ്റെ സിനിമയാണ് കാണിക്കുന്നത്. പ്രേതപ്പടം കണ്ട് നമ്മുടെ രേവതി അങ്ങ് ഞെട്ടി വിറച്ചിരിക്കുകയാണ്. എൻ്റെ പൊന്നു വർഷം, എനിക്ക് ഈ പ്രേതപ്പടമൊക്കെ ഭയങ്കര പേടിയാണ്, പണ്ട് തൊട്ടേ ഞാൻ കാണാറില്ല, എനിക്കിതൊക്കെ ഒരുപാട് പേടിയാന്ന് പറയുകയാണ്. അപ്പോൾ പിന്നെ എനിക്ക് ഉറങ്ങാനും പറ്റില്ല, നമുക്ക് പ്രേതപ്പടം കാണണ്ട, വേറെ എന്തെങ്കിലും ഒരു സിനിമ കാണാമെന്ന് പറയുകയാണേ. അപ്പോൾ വർഷം പറയാം, ഇതൊക്കെ ഒരു ത്രില്ലല്ലേ, ഇതിപ്പോൾ ഇറങ്ങിയുള്ളൂ, ഇത് അടിപൊളി സിനിമയാണെന്ന് പറയാം. എന്നിട്ട് രേവതിയുടെ കൈ വട്ടം പിടിച്ചിങ്ങനെ ഇരിക്കണം. അപ്പോൾ രേവതിയാണെങ്കിൽ പേടിച്ച് അലറുകയാണ്. ഇത് കണ്ടിട്ട് ചന്ദ്ര വരികയാണ്, എന്താണ് ഇവിടെ പരിപാടി രാത്രി? ഞങ്ങളെ ഇവിടെ പ്രേതപ്പടം കണ്ടുകൊണ്ടിരിക്കുക, ആൻറ്റി കാണുന്നുണ്ടോ? ആൻറ്റിക്ക് പേടിയുണ്ട് പ്രേതത്തിന്? പ്രേതപ്പടം കണ്ടുകൊണ്ടിരിക്കുന്നോ? അതോ ഇവളെ ഒരു കുട്ടിച്ചാത്തനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വർഷ പറയാണ്, എന്തിനാ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയുന്നത്, രേവതി എന്തിനാ എപ്പോഴും രേവതി ആൻറ്റി ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത്? അപ്പോൾ ചന്ദ്ര പറയാം, മോളെ നിനക്ക് ഇവളെ അത്രയ്ക്കൊന്നും അറിയില്ല, ഇവളെ തനി കുട്ടിച്ചാത്തന, ഇവള് പ്രേതത്തിനെ കണ്ടെന്നോ ഒരിക്കലും പേടിക്കില്ല, അവൾ വെറുതെ കാണിക്കുകയാണ്, നിനക്ക് അറിയാഞ്ഞിട്ടാണ് ഇവളെ സ്വഭാവം, നിന്നെപ്പോലുള്ള ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഇതുപോലൊക്കെ പേടിയൊക്കെ ഉണ്ടാവുള്ളൂ, ഇവൾക്കൊന്നും ഒരു പേടി ഉണ്ടാവില്ല, നീ നോക്കി എന്ന് പറയാം. എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ പ്രേതം ഉണ്ടെന്ന് പറയുന്നിടത്തോളം ഞാൻ സിമ്പിളായിട്ട് നടന്നു വരുമായിരുന്നു, അത്രയും ധൈര്യമായിരുന്നു എനിക്ക്. എൻ്റെ ചെറുപ്പത്തിലുണ്ടല്ലോ ഒറ്റയ്ക്കാണ് കിടന്നുകൊണ്ടിരുന്നത്, എനിക്കങ്ങനെ പേടിയൊന്നുമില്ല എന്ന് പറയണേ. പേടിക്കുന്നത് നിങ്ങളൊക്കെയാണ്, ഞാൻ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങ് പോവാണ്. എന്നിട്ട് ചന്ദ്ര ഇങ്ങനെ കിടന്ന് വാണിംഗ് കൊടുക്കുന്നുണ്ട്. രാത്രിയാണ്, ഇവിടെ കിടന്നേ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, ഇവിടെ ഒച്ചയും ബഹളമൊന്നും കേൾക്കരുത്, വാതിലൊക്കെ പൂട്ടിയിട്ട് സമാധാനമായിട്ട് കിടക്കുമെന്ന് പറയാം, എല്ലാവരും അവരവരുടെ റൂമിൽ പോയി കിടക്കുമെന്ന് പറയണേ. അങ്ങനെ ചന്ദ്ര റൂമിലേക്ക് പോകണം. അപ്പോൾ ഇത് കേട്ടെന്ന് വർഷം പറയാണ്, ഓഹോ അപ്പോൾ ചന്ദ്ര ആൻറ്റിക്ക് പ്രേതത്തെ പേടിയില്ല അല്ലേ, ഓ നമുക്കൊന്ന് പേടിപ്പിച്ചാലോ. എന്നാലും രേവതി കുട്ടിച്ചാത്തനെന്ന് വരെ പറഞ്ഞില്ലേ, കുട്ടിച്ചാത്തൻ എന്താണെന്നുള്ളത് അവർ മനസ്സിലാക്കട്ടെ എന്ന് പറയണം. അപ്പോൾ രേവതി പറയണേ, ദൈവമേ ഇങ്ങനൊന്നും ചെയ്യേണ്ട കേട്ടോ, കുട്ടിച്ചാത്തൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് മോൾക്ക് എന്തെങ്കിലും മന്ത്രമോ വിദ്യ വല്ല അറിയുമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും വർഷം പറയാം, മന്ത്രത്തിൻ്റെ വിദ്യയുടെ ഒന്നും ഒരു കാര്യവും വേണ്ട, നല്ല ടെക്നോളജി പഠിച്ചാൽ മതി, അവരെ ഒന്ന് പേടിപ്പിച്ച് ഞാനൊന്ന് ഓടിച്ചില്ലെങ്കിൽ രേവതി എൻ്റെ പേര് നീ മാറ്റി എഴുതിക്കോ. പൊന്നു വർഷേ ഒന്നും ചെയ്യാതിരിക്കോ, ഇതെന്തോ എൻ്റെ തലയിൽ വന്ന് വീഴും. അപ്പോഴേക്കും രേവതി പറയാം, ഇല്ലെന്നേ വരുന്നിടത്ത് വെച്ചോ നമുക്ക് കാണാം, എന്തായാലും നിങ്ങൾ കുട്ടിച്ചാത്തനെന്ന് വിളിച്ചതല്ലേ, കുട്ടിച്ചാത്തിന് എന്താണെന്നുള്ളത് നമുക്ക് കാണാമെന്ന് പറയാണ്. അങ്ങനെ നമ്മുടെ ചന്ദ്ര കിടക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ ചിരിക്കുന്നത് പോലെയും കരയുന്ന പോലെയൊക്കെ വോയിസ് ഓവർ ചെയ്യുകയാണ്, ഡബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, ഡബ് ചെയ്യാൻ തന്നെയല്ലേ. അപ്പോൾ കരയുന്ന പോലെയൊക്കെ. അപ്പോൾ നമ്മുടെ വർഷ ഈ ഡബിങ്ങൊക്കെ അറിയുന്നതാണല്ലോ. നീ ആരാടി, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി, ഇത് ചന്ദ്രയുടെ വീടല്ല, ഇത് എൻ്റെ വീടാണെന്നൊക്കെ പറയാം. ഇത് കേട്ടിട്ട് ചന്ദ്രയുടെ അപ്പുറത്ത് രവീന്ദ്രൻ കിടക്കുന്നില്ല, എൻ്റെ പൊന്നു ചന്ദ്രൻ നീ ചിരിക്കാതെ അപ്പുറത്തിങ്ങനെ പോയിരിക്കുന്ന പറയാം. രവിയേട്ടെന്ന് വിളിച്ചിട്ട് രവീന്ദ്രനും ഒരു ബോധം വെളിവില്ലാതെ സുഖമായിട്ട് ഉറങ്ങാണ്. ചന്ദ്രയുടെ കൈയും കാലൊക്കെ അങ്ങ് വിറക്കുക. അയ്യോ ക്ഷമിക്കുക, എനിക്ക് ആളറിയാതെ സംഭവിച്ചത്, എനിക്ക് പേടത്തിനൊക്കെ പേടിയുണ്ട്, എൻ്റെ അച്ഛൻ തന്ന വീടാണ്, ഞാനിവിടുന്ന് പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ്.
ആ സമയത്ത് നമ്മുടെ വർഷം നന്നായിട്ട് പേടിപ്പിച്ചു വിടും. അപ്പോഴേക്കും ശ്രുതിയും ഈ ഒച്ച കേൾക്കും, ശ്രുതിയും പേടിക്കുകയാണ്. ദൈവമേ, ഇനി ഈ വീട്ടിൽ ഈ വീട്ടിലാരും കെട്ടിത്തൂങ്ങി ചത്തിട്ടുണ്ടോ? ഈ പ്രയോഗത്തിന് ശബ്ദമാണല്ലോ. അമ്മയും പതിയെ ഇറങ്ങി വരികയാണ്. നമ്മുടെ വർഷമാണെങ്കിൽ ലൈറ്റൊക്കെ ഇട്ട് ഒരു പ്രയത്തിൻ്റെതായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇത് കണ്ട് നമ്മുടെ ശ്രുതിയും ചന്ദ്രയും പേടിച്ച് അലറുകയാണ് കേട്ടോ. കിട്ടിയ അവസരമാണെങ്കിൽ നമ്മുടെ വർഷം നല്ലപോലെ ഉപയോഗിക്കുന്നുണ്ട്. ഇവരുടെ പേടിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ രേവതി ഒന്ന് ലൈറ്റ് ഇടുകയാണ്. ഇതൊക്കെ വർഷം ഒപ്പിക്കുന്ന പണിയാണെന്ന് പറയാണ്. ഞാനാണ് ഇത് ഒപ്പിച്ചത്. ഇപ്പം എങ്ങനെയുണ്ട് ആൻറ്റി? ആൻറ്റി പേടിച്ചോ? ആൻറ്റി അല്ലേ പറഞ്ഞത് ആൻറ്റിക്ക് പേടിയില്ലെന്ന്? ആൻറ്റി പേടിക്കുന്നുണ്ടല്ലോ, നന്നായിട്ടുണ്ടല്ലേ. പിന്നെ അപ്പോൾ ഇനി നീ കൂടി എന്നെ കൊല്ലാൻ നോക്കുകയാണോ? എന്നിട്ട് നോക്കുന്ന മുഴുവൻ നമ്മുടെ രേവതിയാണ്. നീ അല്ലടി നീ ഈ വർഷം കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തത്? നിന്നോട് ഞാൻ കയറിക്കിടക്കാൻ പറഞ്ഞതിന് നീ കാണിച്ച ദേഷ്യം തീർത്താണല്ലോടി. നിനക്ക് നാണുണ്ടോടി സ്വന്തം അമ്മായിയമ്മ ഇങ്ങനെ പേടിപ്പിക്കാനായിട്ട്? അപ്പോഴേക്കും ശ്രുതിയും വരികയാണ് കേട്ടോ. ശരിയാണ്, ഞാനും പേടിച്ചോ, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അപ്പോഴേക്കും ചന്ദ്ര പറയണേ, എന്തിനാ വർഷ പറയുന്നത്? വർഷ ചെറിയ കുട്ടിയല്ലേ, ഇവളാ വർഷ പറഞ്ഞ് തിരിച്ചിട്ടുള്ളതെന്ന് പറയണത്. ഇത് കേട്ടത് വർഷ പറയണം, ആൻറ്റി ആവശ്യമില്ലാതെ രേവതിയുടെ മെക്കിട്ട് കയറരുത്, ഇതെല്ലാം ചെയ്തത് ഞാനാണ്. എന്നോട് എന്തെങ്കിലും പറയണമെങ്കിൽ എന്നോട് പറയാം, അല്ലാതെ രേവതിയുടെ മെക്കിട്ട് കയറാൻ നിൽക്കരുതെന്നൊക്കെ പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, വർഷേ മോളെ നിന്നെ എന്തൊക്കെയായി പറയുന്നത്? അതുകൊണ്ടാണ് നീ ഇങ്ങനെ അലറുന്നത്. എന്നെ ആരും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടൊന്നുമില്ല. ആൻറ്റിയുടെ നാവിലിട്ട് തന്നെ ഇരുന്നോളാൻ പറയാണ്. അങ്ങനെ അവർ തമ്മിൽ ചെറിയ ആർഗ്യുമെൻ്റൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വേഗം തന്നെ രണ്ടുപേരും പോയി കിടക്കുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയാണ്. അപ്പോൾ രേവതി വർഷയോട് പറയാം, എൻ്റെ പൊന്ന് വർഷേ, വേണ്ടെന്ന് ഞാൻ പറഞ്ഞാലേ എല്ലാം എൻ്റെ തലയിൽ തന്നെ വന്ന് ചേരുകയാണ്. അപ്പോഴേക്കും വർഷ പറയാം, എൻ്റെ പൊന്ന് രേവതി, ഇങ്ങനെ പേടിച്ച് ജീവിച്ചിട്ട് എന്താ കാര്യം? രേവതി ചെയ്താലും ഇല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ആൻറ്റി രേവതി പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ചെയ്തു എന്നൊരു ഇതല്ലേ ഉള്ളൂ, അത് സാരില്ല. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ സച്ചി വരികയാണ്. സച്ചിയാണെങ്കിൽ ഉറക്കക്ഷീണത്തിൽ വരികയാണ്. അപ്പം രേവതി പറയുകയാണ്, സച്ചേട്ടാ നിങ്ങളുടെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ടല്ലോ, ഭയങ്കര ഓട്ടം വരുന്നു രേവതി, നിൻ്റെ മുഖത്ത് നല്ല ഉറക്കക്ഷീണമുണ്ടല്ലോ, നീ ഉറങ്ങിയില്ലേ? രേവതി പറയാം, എങ്ങനെ ഉറങ്ങാനേ സച്ചേട്ടാ? അപ്പോൾ സച്ചി പറയാം, ഓഹോ ഞാനില്ലാത്ത കാര്യം നിനക്ക് ഉറക്കം വന്നില്ല അല്ലേ? അതൊന്നും അല്ല സച്ചേട്ടാ, ഇന്നലെ വർഷം ഒരു പ്രേതത്തിൻ്റെ സിനിമയാണ് കാണാമെന്ന് പറഞ്ഞിട്ട് എന്നെ കൂടിക്കൊണ്ടിട്ട് അവിടെ വെച്ചത്. എനിക്കത് കണ്ടതിന് ശേഷം ഉറക്കം വന്നില്ല, ഞാൻ പേടിച്ച് അങ്ങേയറ്റായി. അപ്പോഴേക്കും സച്ചി പറയാം, ഈ വീട്ടിലുള്ളതുകൊണ്ട് നീ പേടിക്കുന്നോ? അമ്മയുള്ളപ്പോൾ നീ എന്തിനാ പ്രേതത്തിനെ പേടിക്കുന്നത്? ഏറ്റവും വലിയ പ്രേതം എൻ്റെ അമ്മയല്ലേ. പെട്ടെന്ന് രേവതി പറയാം, ഇന്നലെ ഉണ്ടായ സംഭവം അസച്ചേട്ടൻ കേൾക്കേണ്ടത് തന്നെയാണ്. നമ്മുടെ വർഷേ പ്രേതത്തിൻ്റെ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കി അമ്മയെ പേടിപ്പിച്ചു. അമ്മയും ശ്രുതിയും ആകെ പേടിച്ച് ഭയന്ന് വിറങ്ങലിച്ച് പോയി. അവസാനം അത് വർഷം ചെയ്ത വെറുതെ ഉള്ളൊരു വോയിസ് ഓവറാണെന്ന് അവർക്ക് മനസ്സിലായി. എന്നിട്ട് നിങ്ങളുടെ അമ്മ ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, അമ്മയുടെ സ്വഭാവം അത് നിനക്കറിയാലോ, നിന്നെക്കുറിച്ച് കുറ്റം പറയാൻ വേണ്ടി മാത്രം പറയാണ്, അത് നീ വലിയ കഥയാക്കുകയും വേണ്ട. ഞാൻ കഥയാക്കുന്നില്ല, പക്ഷേ വർഷമുണ്ടല്ലോ, വർഷം അമ്മ നന്നായി പേടിപ്പിച്ചു. അപ്പോൾ നമ്മുടെ സച്ചി പറയാണ്, എന്തായാലും ആ പെങ്കൊച്ചിന് ഇത്തിരി ബുദ്ധിയൊക്കെ ഉണ്ട്, അമ്മയ്ക്കിട്ട് കൊടുത്തല്ലോ, അമ്മയെ പേടിപ്പിച്ചല്ലോ, അത് മതി. അങ്ങനെ രേവതി പറയാണ് കേട്ടോ, എന്തായാലും സച്ചിയേട്ടന് ഞാൻ എണ്ണ കാച്ചി എടുത്തുകൊണ്ട് വരാം, എണ്ണ തേച്ച് കുളിക്കുകയാണെങ്കിൽ ഈ ഉറക്ക ക്ഷീണങ്ങ് മാറിക്കിട്ടും. ഇപ്പം സച്ചി പറയാം, എങ്കിൽ നീ വേഗം എടുത്തിട്ട് വന്നിട്ട് എണ്ണ കാച്ചാൻ പോവുകയാണ്. അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ വർഷയുടെ റൂമാണ് കാണിക്കുന്നത്. വർഷമാണെങ്കിൽ ശ്രീകാന്തിനോട് പറയാം, ശ്രീകാന്ത് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടീഷർട്ട് സർപ്രൈസിന് കൊടുക്കണം. അപ്പോൾ വർഷ പറയാം, എടി ഈ ടീഷർട്ട് തന്നെയല്ലേ നീ 2-3 തവണ മേടിച്ചിട്ട് വന്നത്, ഒരേ പാറ്റേണിൽ തന്നെയുള്ള ടീഷർട്ട് മേടിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പറ്റുമൊന്നുമില്ല ഇത് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വർഷ പറയാം, ഞാൻ പറയുന്നത് ഒന്നും നിനക്കിടാൻ പറ്റില്ല അല്ലേ, ഇതിൻ്റെ പാറ്റേണിന് വ്യത്യാസമുണ്ട്, ക്ലോത്തിന് വ്യത്യാസമുണ്ട്, എല്ലാം ഒരുപോലെ അല്ല. അപ്പോൾ ശ്രീകാന്ത് പറയാം, എന്തായാലും ഇതിടാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറയണേ. അപ്പോൾ വർഷമാണെങ്കിൽ ദേഷ്യത്തിൽ റൂമിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോവാണ്. എങ്കിൽ പിന്നെ നീ ഇടണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി പോകും. അപ്പോഴേക്ക് രേവതിയാണെങ്കിൽ എണ്ണ കാച്ചിക്കൊണ്ട് നമ്മുടെ സച്ചിക്ക് കൊടുക്കാൻ നടന്നു വരികയാണ്. വർഷം ഒന്ന് രേവതിയുടെ മേത്തേക്ക് അടിക്കാൻ, രേവതിയുടെ കയ്യിൽ നിന്ന് എണ്ണ ഇതേപടി തന്നെ നിലത്തേക്ക് വീണ്. ഇതിന് വർഷം, അയ്യോ രേവതി സോറി, ഞാൻ അറിഞ്ഞില്ല രേവതി അറിയാൻ നോക്കി ഇങ്ങനെ വരണ്ടേ വർഷേ, സാരമില്ല ഇതിപ്പോൾ ക്ലീൻ ചെയ്തേക്കാം, വീഴാൻ നിൽക്കേണ്ട കേട്ടോ ഇത് ചോട്ടി. അപ്പോൾ വർഷം പറയും, അയ്യോ രേവതി ഞാൻ ക്ലീൻ ചെയ്ത് തരാം, ഞാനല്ലേ വീഴ്ത്തിയത്, ഞാൻ ക്ലീൻ ചെയ്തുള്ളത് രേവതി എന്ന് പറയണം. അപ്പോൾ രേവതി പറയും, അതൊന്നും കുഴപ്പമില്ല, നീ അവിടെ നിൽക്കി, വർഷേ വീഴരുത് കേട്ടോ, ഞാനിപ്പോൾ വരുന്നുണ്ട് തുണി എടുക്കാനായിട്ട് രേവതി പോവാണ്. ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയാണെങ്കിലോ നിലത്ത് നോക്കാതെ മാനത്ത് നോക്കി എന്തൊക്കെയോ ആലോചിച്ച് ഇങ്ങനെ അടുത്ത് വരികയാണ്. നേരെ വന്ന് ഈ എണ്ണയെ ചവിട്ടി അങ്ങ് വീഴുകയാണ്. അയ്യോ എൻ്റെ അമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ചന്ദ്ര വീഴുകയാണ്. ചന്ദ്രയുടെ അലർച്ചയുടെ രേവതി നോക്കുമ്പോൾ ചന്ദ്ര നിലത്ത് കിടക്കണം. ആരാടി ഇവിടെ എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് എണ്ണ വാരി വെച്ചത്? നീ തന്നെയായിരിക്കും, ഞാൻ ചാവാൻ വേണ്ടിയിട്ടല്ലേടി നീ ഇതൊക്കെ ചെയ്തത്, ഏരണം കെട്ടവളെ എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടണം. അതെ
അവളെ വെറുതെ കുറ്റപ്പെടുത്തുന്നു വേണ്ട, ഞാൻ ചെയ്തത്, ഞാൻ തട്ടിയിട്ടാണ് ആ രേവതിയുടെ കയ്യിലുള്ള എണ്ണ താഴെ പോയത്, എന്നെ അല്ലേ ചീത്ത പറയേണ്ടത്, ആൻറ്റി എന്നെ ചീത്ത പറഞ്ഞാൽ മതി എന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, ദേ രേവതി, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, വക്കാലത്തുമായിട്ട് നീ ഇവളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടരുന്ന് പറയണം. അപ്പോൾ വർഷ പറയാം, ഞാനിതിന് വക്കാലത്തായിട്ട് ആൻറ്റിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത്, ഞാൻ വലിയ രാഷ്ട്രീയ പാർട്ടിയാണോ, പാർട്ടിക്കനുസരിച്ച് വക്കാലത്ത് മാറ്റാനായിട്ട് ആൻറ്റിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, ശ്രദ്ധിച്ചും കണ്ടുമൊക്കെ നടന്നു വരണമായിരുന്നു, അവിടെ എണ്ണയുണ്ടെന്നുള്ളത് എണ്ണ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല തട്ടി വീഴ്ത്തത്, ഞാൻ അറിയാതെ രേവതിയുടെ മെത്ത് തട്ടി അങ്ങനെ എണ്ണ വീണാണെന്ന് പറയാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ചന്ദ്ര പറയാണ്, എല്ലാത്തിനും ഇവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വർഷം സംസാരിക്കുള്ളൂ. അപ്പോൾ സച്ചി ഓടി വന്നിട്ട് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ട് ചന്ദ്രയെ പിടിച്ച് എണീപ്പിക്കാൻ വരുമ്പോഴേക്കും വേണ്ട വേണ്ട നീ തൊടണ്ട, എൻ്റെ മോനെ രക്ഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സുധിയെ വിളിക്കണം. സുധി ഓടി വരികയാണ്, എൻ്റെ അമ്മയെ ഞാൻ പിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സുധി അവിടെ വീണു പോവാണ്. സുധി അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. പിന്നെ അവസാനം രണ്ടിനും ഒരു കണക്കിന് പിടിച്ചെണീപ്പിക്കുകയാണ്. രേവതിയാണല്ലോ ചന്ദ്ര എപ്പോഴും കുറ്റപ്പെടുത്തുന്നത്, ഇപ്പോഴും രേവതി തന്നെയാണ് കുറ്റപ്പെടുത്തുന്നത്. അങ്ങനെ ആ സീനൊക്കെ കഴിഞ്ഞ് അതിനുശേഷം ഒരു കണക്കിന് ശ്രുതി വലിച്ചു പിടിച്ച് നമ്മുടെ സോഫയിലിരുത്താണ്. എന്നിട്ട് ശ്രുതി തിരുമ്മി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ചന്ദ്ര പെട്ടെന്ന് ശ്രുതിയോട് പറയാം, ആൻറ്റി എന്താ രേവതിയെക്കുറിച്ച് പറഞ്ഞാൽ അതിനപ്പം തന്നെ വക്കാലത്ത് വിട്ട് വർഷം വരും, പക്ഷേ വർഷയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് രേവതി, അതുകൊണ്ടാണ് വർഷം ഇങ്ങനെ പെരുമാറുന്നതെന്ന് പറയാണ്. അപ്പോഴേക്കും വർഷം വന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ്, ആൻറ്റി തൊട്ടേനും പിടിച്ചാനൊക്കെ രേവതിയെ കുറ്റപ്പെടുത്തുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്, ഇവിടെ വന്നിട്ടുള്ള മരുമക്കളാണ് ഞങ്ങൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നൊക്കെ, ആൻറ്റിക്ക് നാണുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. വർഷയുടെ വർത്തമാനം കേൾക്കുമ്പോഴേക്കും ചന്ദ്ര ചോദിക്കണം, എന്താ വർഷേ നിൻ്റെ സൗണ്ട് ഉയരുന്നുണ്ടല്ലോ, ഉയരും, ഇനി മേലെ രേവതി ഇങ്ങനെ പറയരുതെന്ന് പറഞ്ഞിട്ട് വർഷം അങ്ങോട്ട് കലിപ്പിച്ചങ്ങ് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി ചോദിക്കുകയാണ്, ആൻറ്റി കണ്ടില്ലേ ഞാൻ പറഞ്ഞ ശരി തന്നെയല്ലേ, അപ്പോൾ നീ തന്നെ ശരിയാ മോളെ, ഇവർ തമ്മിൽ എന്തോ സംസാരം നടക്കുന്നുണ്ട്, എന്തായാലും ഇത് ഞാൻ എങ്ങനെയെങ്കിലും നിർത്തിക്കും കണ്ടെത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര പറയാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡോട് നിർത്തുന്നത്. റിവ്യൂ ഇഷ്ടമായ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ.